സബ് ജയിലിലേക്ക്, ജില്ലാ ജയിലിലേക്ക്, കാക്കനാട് ജില്ലാ ജയിലിലേക്കാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലേക്ക് കൊണ്ടുപോയി. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ജയിലിലേക്ക് എത്തിച്ചോ? നേരത്തെ നാടകീയമായ രംഗങ്ങൾ ആയിരുന്നു ജില്ലാ ആശുപത്രിക്ക് പുറത്ത് കണ്ടത്. പ്രത്യേകിച്ച് ബോബി ചെമ്മണ്ണൂരിനെയും കൊണ്ടുവന്ന വാഹനം തടയുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നു. അഭിലാഷ്, ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്നും തിരിച്ചിട്ടുണ്ട് ജില്ലാ ജയിലിലേക്ക്, കാക്കനാട് ജില്ലാ ജയിലിലേക്ക്. അഭിലാഷ്, ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ വാഹനം തടയുന്ന ഒരു സാഹചര്യമാണ് ഫാൻസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അതേ അവസ്ഥ തന്നെ ഇവിടെയും ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ജയിലിന് മുൻപിൽ കുറച്ച് ആളുകൾ തടിച്ചുകൂടി നിൽപ്പുണ്ട്. അത് അകത്തേക്ക് കയറ്റില്ല എന്നൊരു നിലപാട് തന്നെയാണ് അവരെടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ നാടകീയമായ സംഭവങ്ങൾക്ക് വിരാമമിട്ടിരിക്കുകയാണ്. എറണാകുളം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ജയിലിലേക്ക്, അത് റിമാൻഡിലേക്ക് എന്നുള്ള വിധിയെ തുടർന്ന് ബോബി ചെമ്മണ്ണൂരിനെ ജില്ലാ ജയിലിലേക്ക്, കാക്കനാട് ജില്ലാ ജയിലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സമയത്ത് കോടതിയുടെ പ്രൊസീഡിംഗ്സ് നടന്നിരുന്ന സമയത്ത് റിമാൻഡിലാണ് അറിയിക്കുന്ന സമയത്ത് ബോബി ചെമ്മണ്ണൂർ ദേഹാസ്വാസ്ഥ്യമുണ്ടായി കുഴഞ്ഞു വീഴുന്നു, ബോധരഹിതനായി വീഴുന്നു, BP ഷൂട്ടൌട്ട് ചെയ്തതാണെന്ന് പറയുന്നു. ആ സമയത്ത് പ്രാഥമിക പരിശോധന നടത്തിയപ്പോൾ BP ഷൂട്ടൌട്ട് ചെയ്തതാണെന്ന് പറയുന്നു. അതിനുശേഷം ആശുപത്രിയിൽ എത്തിക്കുകയും ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയും പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം അദ്ദേഹം സ്റ്റേബിൾ ആണ്, ഹെൽത്തിയാണ് എന്ന് അറിഞ്ഞ ശേഷമാണ് തിരിച്ച് ജയിലിലേക്ക് തിരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ശരീരത്തിൽ പരിക്കുകളുണ്ട്. ഇതൊക്കെ ആദ്യം തന്നെ പ്രോസിക്യൂഷൻ, അതായത് കോടതി തന്നെ ആദ്യം ഘട്ടത്തിൽ ചോദിച്ചിരുന്നതാണ് ഈ പരിക്കുകൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അതായത് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതല്ല. അങ്ങനെ ഉണ്ടായോ എന്നും കോടതി ചോദിക്കുന്നുണ്ട്. അതായത് പോലീസിന്റെ ഭാഗത്തുനിന്നും മർദ്ദനമുണ്ടായോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി കോടതി ചോദിക്കുന്നുണ്ട്, പരിക്കുകളെ പറ്റി ചോദിക്കുന്നുണ്ട്. അദ്ദേഹം അതിന് മുൻപ് വീണിരുന്നു, നട്ടലിന് ചെറിയ പരിക്കുണ്ട്, അല്ലെങ്കിൽ ശരീരത്തിൽ പരിക്കുകളുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇതൊന്നും, അതായത് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള കസ്റ്റഡി ലോക്കപ്പ് മർദ്ദനമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയായിരുന്നു ജഡ്ജി അങ്ങനെ ചോദിച്ചിരുന്നത്. പക്ഷേ ഇതിനൊക്കെ ശേഷമാണ് നീണ്ട വാദം നമ്മൾ കേട്ടതാണ്. പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും സമൂഹത്തിന് നൽകുന്ന തെറ്റായ മെസ്സേജാണ്. ഇതിൽ ജാമ്യം നൽകുകയാണെങ്കിൽ, ഈ കേസിൽ ജാമ്യം നൽകുകയാണെങ്കിൽ തെറ്റായ മെസ്സേജാണ് പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ കൊടുക്കുന്നത് എന്നൊരു കാര്യം കൂടി കോടതിക്ക് മുൻപാകെ പ്രോസിക്യൂഷൻ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ വിവാദമായ വീഡിയോ 2 തവണയും കാണണം എന്നാവശ്യപ്പെടുന്ന പ്രതിഭാഗം 2 തവണ ആവശ്യപ്പെടുന്നു. പ്രോസിക്യൂഷൻ അതിന്റെ ആവശ്യം ഇപ്പോൾ ഇല്ല എന്ന് കോടതിയിൽ പറയുകയും ചെയ്തപ്പോൾ അത് പിന്നീട് കോടതി വേണ്ട എന്ന് വെക്കുകയും ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ജ്വല്ലറിയുടെ ഇനാഗുറേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ അതിനുശേഷവും അത്തരം ഇടപെടലുകൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കൂടി തുടരുന്നു എന്നുള്ള കാര്യവും അത് തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള കാര്യം അവരെ മനസ്സിലാക്കിയ ശേഷവും അത് തുടർന്നുകൊണ്ടേയിരുന്നു എന്നുള്ള കാര്യമായിരുന്നു ഹണി റോസ് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിരുന്നത്. മാത്രമല്ല, മാനസികമായി തങ്ങളെ എത്രത്തോളം അത് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അവരുടെ അമ്മ ഇടപെട്ട് മാനേജറെ വിളിച്ചു പറയുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അത് മൈൻഡ് പോലും ചെയ്യാതിരുന്ന ഒരു സാഹചര്യമായിരുന്നിട്ടും അത് നിർത്തിയില്ല. മാത്രമല്ല,